ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡേറ്റ്സ് ലഡു ആണ്. ഡേറ്റ്സ് ലഡു തയ്യാറാക്കാൻ ആവശ്യമായി ഞാൻ ഇവിടെ കുറച്ചേറെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കുരു കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു 4 കൈപ്പിടിയോളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി ലഡു തയ്യാറാക്കാൻ ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഞാനിതിനായിട്ട് കുറച്ച് നട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വേണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, ബദാമുണ്ട്, പിന്നെ കുറച്ച് നിലക്കടലയുണ്ട്, പിസ്തയുണ്ട്. പിസ്തയുടെ അളവ് വളരെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിലക്കടലയാണ് ഇവിടെ കൂടുതൽ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് നിലക്കടല, ഇത് പച്ച നിലക്കടലയാണ്, അതുകൊണ്ട് ഇതൊന്ന് വറുത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. നിലക്കടല ഒറ്റയ്ക്ക് തന്നെ അത് മാത്രമായിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അധികം ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾവശം പെട്ടെന്ന് വേകുകയില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊരു 10-15 മിനിറ്റ് കൈവിടാതെ ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് കരിഞ്ഞതുപോലെ തോന്നും, പക്ഷേ അതിൻ്റെ തൊലി മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ, അകമൊന്നും കരിഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് പൊടിച്ചെടുക്കണം. നിലക്കടല തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. പിസ്ത ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിസ്ത പൊടിക്കേണ്ട ആവശ്യമില്ല. ബദാമും കാഷ്നട്ടും നമുക്കൊന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കാം. വല്ലാണ്ടങ്ങ് പൊടിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. രണ്ടും കൂടി ഒന്നിച്ചിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ വലിയ പീസായിട്ട് കിടപ്പുണ്ട്, കുറച്ചൊക്കെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് ചൂടാക്കി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ബദാമും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ എപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഇപ്പോൾ കടലയെല്ലാം ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിസ്ത ചേർത്ത് കൊടുക്കാം. ഈ കൂടെ വേണമെങ്കിൽ ഉണക്കമുന്തിരിയും ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഡേറ്റ്സ് കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് ഉണക്കമുന്തിരി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നട്ട്സ് എല്ലാം പൊടിച്ചത് എല്ലാം കൂടി നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം ഓൾറെഡി വറുത്തതും ഡ്രൈ ആയതുമായ നട്ട്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് എല്ലാം ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ചേർക്കുമ്പോൾ ഇത് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർക്കാം. ഞാനിവിടെ ഈന്തപ്പഴം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിം അയക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നട്ട്സിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിലിട്ട് എല്ലാം കൂടി ഇളക്കുന്ന സമയത്ത് ഈന്തപ്പഴം ഒന്ന് കുറച്ച് ലൂസായിട്ട് വരും. അപ്പോൾ ഈ നട്ട്സിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരും. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂട്ടയിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചൂടോടെ വേണം ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്കിത് റൗണ്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റൗണ്ട് ചെയ്യാം. വലുതായിട്ട് വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം, ഇല്ലെങ്കിൽ ഓവൽ ഷേപ്പിലാക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്ത ഇത്രയും നട്ട്സ് കൊണ്ടും ഈന്തപ്പഴം കൊണ്ടും ഏകദേശം ഒരു 18 ലഡുവോളം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.